ട്രെയിനിൽ കാണാനില്ലേ ആദ്യമൊക്കെ ഫസ്റ്റാണ് ഉപയോഗിക്കാതെ സഖാക്കളെ സുഹൃത്തുക്കളെ, മാഷയുടെ സ്മാരക മന്ദിരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നവീകരണം പൂർത്തിയാക്കി അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. ഓഫീസിന്റെ ഉദ്ഘാടനം നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രി പാർട്ടിയുടെ പൊളിറ്റ്ബ്യൂറോ സഹായ പിണറായി അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കുഞ്ഞിരാമൻ മാസ്റ്റർ CPIM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇപ്പോ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങുന്നത്. അദ്ദേഹം മലമ്പുഴയിൽ നിന്ന് MLA നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിപ്പിക്കുന്നതിനും താമസിക്കുന്നതിനുമായൊരു സ്ഥലം കണ്ടെത്തുകയും ആ കെട്ടിടം അന്നത്തെ ടാക്സ് അടയ്ക്കുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ വന്നത് സഖാവ് വാങ്ങുകയാണുണ്ടായത്. പക്ഷെ ആ കെട്ടിടത്തിൽ അദ്ദേഹത്തിന് താമസിക്കാനോ ഓഫീസ് പ്രവർത്തിപ്പിക്കാനോ കഴിഞ്ഞില്ല. കുഞ്ഞിരാമൻ മാഷയുടെ മൃതശരീരമാണ് ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നത് എന്നത് നമുക്കറിയാം. പിന്നീട് അവിടെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഇത് ചെറിയ കെട്ടിടമായി 1989 ഇന്ന് ഈ നവീകരിച്ച ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. 89 സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലുതും സൗകര്യങ്ങളുള്ളതുമായ ഒരു ഓഫീസായിരുന്നു നമ്മുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ്. സഖാവ് M. ചന്ദ്രൻ ആയിരുന്നു അന്ന് ജില്ലാ സെക്രട്ടറി. ജില്ലയിലെ പാർട്ടി സംഘടനയ്ക്കും ബഹുജന പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ അവരുടെ ഒരു ജില്ലാ കേന്ദ്രം എന്ന നിലയിൽ ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതിനെന്ന സൗകര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. കേരളീയ സമൂഹത്തിലും രാജ്യത്താകെയും ലോകത്താകെയും വന്നിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും അത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തന ശൈലി നമ്മളെല്ലാവരും സ്വീകരിച്ചു വരുന്നവരാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ഓഫീസ് ഉണ്ടാവണം എന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയുണ്ടായി. ഇന്ന് വരുത്തിയിട്ടുള്ള വന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് ധാരാളം അറിയുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ സൗകര്യങ്ങളോടുകൂടി ഓഫീസ് നിർമ്മിക്കുന്നതിന് പാർട്ടി ജില്ലാ കമ്മിറ്റി ആലോചിച്ചപ്പോൾ അതിനാവശ്യമായ ഫണ്ട് എങ്ങനെയാണ് സ്വരൂപിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്തു. 42,000 പാർട്ടി അംഗങ്ങളുള്ള ഈ പാലക്കാട് ജില്ലയിൽ ആ പാർട്ടി അംഗങ്ങളോടും അവരിൽ നിന്ന് തന്നെ ആയിരിക്കണം ഈ ഫണ്ട് ശേഖരിക്കേണ്ടത് എന്നാണ് തീരുമാനിച്ചത്. 42,000-ത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ
അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഈ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിനായിട്ട് നൽകുകയുണ്ടായി. 1 മാസത്തെയും 2 മാസത്തെയും ഒക്കെ വേതനം നൽകിയ നിരവധി സഖാക്കളുണ്ട്. അങ്ങനെയാണ് ഈ കെട്ടിടത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ചത്. ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഫീസാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം, വർത്തമാനകാലത്ത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം വിശിഷ്യ CPIM നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മുറിച്ചുകടക്കുന്നതിനും അതിജീവിക്കുന്നതിനുമുള്ള കരുത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ ആവശ്യമായ ചർച്ചയും തീരുമാനങ്ങളുമൊക്കെ ഈ ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് പറയാനുള്ളത്. തീർച്ചയായും ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അവർക്കെല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണിത്. പാർട്ടി ഓഫീസ് എന്നതിലുപരി ഒരു ജനസേവന കേന്ദ്രമായിട്ടാണ് CPIMന്റെ ഓഫീസുകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് വന്നിരിക്കുന്നതിനും കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗം ആണ് ഇവിടെ നമ്മുടെ ആരാധ്യനായ നേതാവ് നിർവഹിക്കുന്നത്. ഈ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാള് നമ്മുടെ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ഈ പാലക്കാട് ജില്ലയിലെ പ്രസ്ഥാനത്തിന് ഊടും പാവും കരുത്തവും ഒക്കെ നൽകിക്കൊണ്ട് ഇന്നും ഏറ്റവും ശക്തമായൊരു പ്രസ്ഥാനമായിട്ട് ഈ പാലക്കാട് ജില്ലയിലെ പ്രസ്ഥാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാ പിന്തുണയും നമുക്ക് നൽകുന്ന നേതാവാണ് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും അതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോഴും പാലക്കാട് ജില്ലയിലെ പാർട്ടി കമ്മിറ്റിയുടെ യോഗങ്ങളിലും പിന്നീട് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലുമൊക്കെ വന്ന് നമ്മളോടൊപ്പം നിന്ന് നമ്മളിൽ ഓരോ ആളെയും കൃത്യമായി ആക്കുന്ന ഓരോരുത്തരോടും പേരെടുത്ത് വിളിച്ച് നമ്മളെയൊക്കെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന അത്ര അടുത്ത ബന്ധമുള്ള നമ്മുടെ നേതാവ് സഖാവ് പിണറായിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി സഖാവ് പിണറായിയെ ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ യോഗത്തിൽ അധ്യക്ഷനാകേണ്ടത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നതുകൊണ്ടാണ് എത്തിച്ചേരാൻ കഴിയാതിരുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പാലക്കാട് ജില്ലയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. സഖാവ് വിജയരാഘവനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂരിന്റെ പ്രിയപ്പെട്ട MP-യുമായിട്ടുള്ള സഖാവ് K. രാധാകൃഷ്ണൻ ഇപ്പോ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാം ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ജില്ലയുടെ ഒരു ഭാഗത്തെ MP എന്ന നിലയിൽ ഈ ജില്ലയിൽ മുഴുവൻ നമ്മുടെ പാർട്ടിക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന നേതാവാണ് സഖാവ് K. രാധാകൃഷ്ണനെ വളരെ സന്തോഷപൂർവ്വം ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും നമ്മുടെ ജില്ലാകാരിയുമായിട്ടുള്ള സഖാവ് KS സലീഗ. മുഖവരയുടെ ആവശ്യമില്ല, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. സഖാവ് സലീഗ ഈ കമ്മിറ്റിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിച്ചു വന്നയാളാണ്. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ സമ്മേളനത്തോടു കൂടിയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സഖാവ് സലീഗയെ വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഏറെ സുപരിചിതനും നമ്മുടെ ജില്ലയിലെ പൊതുപ്രസ്ഥാനത്തെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുള്ള പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് ഓരോ കുറവുകളും ചൂണ്ടിക്കാണിച്ച്
ഒരു ജ്യേഷ്ഠനെ പോലെ രക്ഷിതാവിനെ പോലെ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ നേതൃത്വം നൽകിയ നമ്മുടെ ബാലേട്ടൻ സഖാവ് AK ബാലൻ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അദ്ദേഹമാണ് പതാക ഉയർത്തിയത്. സഖാവ് ബാലേട്ടനെ വളരെ സന്തോഷത്തോടുകൂടി ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കൃഷ്ണദാസ്, അതുപോലെ ശാന്തകുമാരി, നമ്മുടെ ജില്ലയിലെ മന്ത്രി സഖാവ് MP രാജേഷ് തുടങ്ങിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മറ്റ് നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ മുൻകാല പ്രവർത്തകരായിട്ടുള്ള, ഇപ്പോഴും വാർദ്ധക്യത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിനെയെല്ലാം നേരിട്ട് അതെല്ലാം ഉണ്ടെങ്കിൽ പോലും പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി പഴയകാല നേതാക്കളൊക്കെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കെട്ടിട നിർമ്മാണവുമായി സഹകരിച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചടങ്ങ് ധന്യമാക്കി തീർക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി ബന്ധുക്കളെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അഭ്യുദയകാംക്ഷികളെയും സഹോദരി സഹോദരന്മാരെയും എല്ലാം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് EN സുരേഷ് ബാബുവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ സഖാവ് CKR സൂചിപ്പിച്ചതുപോലെ ഈ വേദിയിലെ അധ്യക്ഷനാകേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തിരക്ക് കാരണമാണ് ഇന്ന് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അധ്യക്ഷനാകേണ്ടി വന്നത്. ഇവിടെ പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CKR ഇതിന്റെ പാർട്ടി ഓഫീസിന്റെ ഒരു ചെറിയ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഏവർക്കും ഇതിനകം തന്നെ അറിയുന്നത് പോലെ 1967 തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് MP കുഞ്ഞിരാമൻ മാഷിന്റെ നാമധേയത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. CPM രൂപീകൃതമായതിനു ശേഷം കേരളത്തിലെ CPMന്റെ സംസ്ഥാന സമ്മേളനം 1968 പാലക്കാട് വെച്ചായിരുന്നു നടന്നിരുന്നത്. അതിനുവേണ്ടി വാടകയ്ക്കെടുത്ത സ്വാഗത സംഘം ഓഫീസാണ് സഖാവ് കുഞ്ഞിരാമൻ മാഷ് MLA ഓഫീസാക്കാനും അദ്ദേഹത്തിന് താമസിക്കുന്നതിനും വേണ്ടി പിന്നീട് ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ച് ആ വാടക കെട്ടിടം തുടർന്നത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 69 അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് PP കൃഷ്ണനാണ് ഈ വാടക കെട്ടിടം CPMന്റെ ജില്ലാ കേന്ദ്രത്തിനായി സ്വന്തമായി വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ട സഖാവ് MP കുഞ്ഞിരാമൻ മാഷിന്റെ നാമധേയത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു. പിന്നീട് ഇതിനൊരു നല്ല കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞത് 1989 നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സഖാവായിരുന്ന സഖാവ് M ചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ. അന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ജില്ലാ കമ്മിറ്റി ഓഫീസായിരിക്കും. അന്നത്തെ പാർട്ടിക്ക് അനുസൃതമായ ഒരു നല്ല സംവിധാനമുള്ള ഒരു ഓഫീസ് തന്നെയായിരുന്നു. എന്നാൽ 89 ശേഷമുള്ള പാലക്കാട് ജില്ലയിലെ നമ്മുടെ പാർട്ടിയുടെയും വർഗഭോജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം വളർച്ച, ആ വളർച്ച എല്ലാ രംഗത്തും
ഈ ജില്ലയിൽ നമുക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനകീയ അടിത്തറയും ജനകീയ പിന്തുണയും പാലക്കാട് ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് കൈവന്നതിന് ശേഷം യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് സൗകര്യപ്രദമായ ഉപയോഗിക്കാൻ എല്ലാ വർഗബഹുജന പ്രസ്ഥാനങ്ങൾക്കും ഉപയോഗപ്പെടുത്താനുള്ള ഒരു പരിമിതി നമുക്ക് വളരെ കാലമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം അതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്തിരുന്നു. വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഓഫീസ് നമുക്ക് പുതുക്കി പണിയണം എന്ന് പറഞ്ഞു. അത് പല തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ജില്ലാ കമ്മിറ്റിയിൽ നമുക്ക് പാർട്ടി ഓഫീസ് പുതുക്കി പണിയണം എന്ന് തീരുമാനിച്ചു. സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടിയാണ് ഇതിന്റെ പണി തുടങ്ങിയത്. ജനുവരി അവസാനത്തോടുകൂടി പൂർണ്ണമായും കെട്ടിടത്തിന്റെ പണി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. നിലവിലുള്ള ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസിന്റെ സ്ട്രക്ചർ അതുപോലെ നിലനിർത്തുകയും അതിനകത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിനനുസൃതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ സംവിധാനങ്ങളെയും ഇന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസും ഏരിയ കമ്മിറ്റി ഓഫീസും ചിലയിടങ്ങളിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ വരെ ആ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായ ഒരു ഓഫീസ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി ലക്ഷ്യം വെച്ചത്. ഏറെക്കുറെ പാർട്ടി ഓഫീസിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ലക്ഷ്യം വളരെ സന്തോഷപൂർവം പൂർത്തിയായി എന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ് ഓഫീസ് പൂർത്തിയായപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവം. ഇനിയുള്ള കാലഘട്ടത്തിന് നമ്മുടെ ഈ ഓഫീസ് കേന്ദ്രത്തിലിരുന്നു കൊണ്ട് പാലക്കാട് ജില്ലയിലെ സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളെ രാഷ്ട്രീയത്തിനതീതമായി തികച്ചും ജനസേവന കേന്ദ്രമായി വരുന്ന ഏതൊരു മനുഷ്യനെയും ചേർത്ത് പിടിക്കാനും അവന്റെ സുഖദുഃഖങ്ങളിൽ ഈ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ഇടപെടാനും സാധിക്കും വിധം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജില്ലയിൽ എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് എന്ന് വളരെ നല്ല രൂപത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ ഈ പുതുക്കി പണിത ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇനി ഭാവിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ ഓഫീസ് കെട്ടിടം പുതുക്കി പണിയാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടത്, പൊതുവെ തെരഞ്ഞെടുപ്പ് 2 കഴിഞ്ഞപ്പോ, അത് മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതിനിടയ്ക്ക് വന്നു. ഈ 2-3 തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് നടന്നപ്പോ ബഹുജനങ്ങളിൽ നിന്ന് ഇനി ഫണ്ട് പിരിച്ച് ഓഫീസ് കെട്ടിടം കൂടി പണിതാൽ അത് ജനങ്ങൾക്കൊരു ചിലപ്പോ ഒരു മുഷിപ്പായി തീരുമോ എന്നതുകൂടി ഞങ്ങൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 41,000-ലധികം വരുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്നും മാത്രം സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ കെട്ടിടം പണി പൂർത്തിയാക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗതയിൽ നമ്മുടെ പാർട്ടി അംഗങ്ങളിൽ ഈ തീരുമാനങ്ങൾ, പാർട്ടി ഘടകങ്ങളിൽ ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗതയിൽ തന്നെ ആ ഫണ്ട് ശേഖരണം പാർട്ടി മെമ്പറിൽ നിന്ന് മാത്രം ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് ഈ പുതുക്കിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വളരെ വേഗതയിൽ നമുക്ക് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിനേക്കാൾ ഏറെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു, നാടമുറിച്ച് നിർവഹിച്ചു കഴിഞ്ഞു.
ഇനി ഉദ്ഘാടന പ്രസംഗമാണ് നടത്തേണ്ടത്. വളരെ സന്തോഷമാണ് ഈ നിമിഷം. കാരണം പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്, ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ജനനായകനാണ്. അദ്ദേഹത്തെ ഞാനൊരു മുഖവര നൽകിക്കൊണ്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. സാധാരണ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് ഇന്ന് ഒരു രക്ഷിതാവിന്റെയും ഒരു നായകന്റെയും എല്ലാ തരത്തിലും ഉള്ള ഒരു പ്രതിബിംബമായി ജനഹൃദയങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു ജനനേതാവാണ് നമ്മുടെ PB മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് പിണറായി. ആദ്യം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ബാലേട്ടന്റെ മറുപക്ഷം എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. അത് ആദ്യം നിർവഹിക്കാമെന്നാണ് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യം സഖാവ് പിണറായിയെയും ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലയിലെ ഗ്രാമവികസന മന്ത്രിയും അതുപോലെ എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള സഖാവ് MP രാജേഷാണ്. പുസ്തക പ്രകാശനം നടത്താൻ സഖാവ് പിണറായിയെയും അത് ഏറ്റുവാങ്ങാൻ സഖാവ് MP രാജേഷിനെയും ആദ്യം തന്നെ ക്ഷണിക്കുകയാണ്. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ജില്ലാ കമ്മിറ്റി ഓഫീസിനു വേണ്ടി പുതുക്കിപ്പണിത MP കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. പാലക്കാട് ജില്ലയിലെ പ്രസ്ഥാനം വൻതോതിൽ ജനപിന്തുണ ആർജിച്ച പ്രസ്ഥാനമാണ്. ഇവിടെയുള്ള സകലമാന ജനങ്ങളും പിന്താങ്ങുന്ന അണിനിരന്നിട്ടുള്ള പ്രസ്ഥാനമാണ് CPIM. ഇവിടെ കുഞ്ഞിരാമൻ മാസ്റ്റർ അടക്കമുള്ള ഒട്ടേറെ ത്യാഗധനരായ നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവർ പലരും ഇപ്പോ നമ്മോടൊപ്പമില്ല. കുഞ്ഞിരാമൻ മാസ്റ്റർ, PP കൃഷ്ണൻ, ശിവദാസ മേനോൻ, നമ്മുടെ M ചന്ദ്രൻ, ഏറ്റവും ജനകീയനായിരുന്ന R കൃഷ്ണൻ, ഇങ്ങനെ വലിയൊരു നിര ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അവരുടെ ത്യാഗസന്നദ്ധതയും അർപ്പണബോധവുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ
ജനപിന്തുണയുള്ള പ്രസ്ഥാനമാക്കി ജില്ലയിൽ മാറ്റിയത്. അതോടൊപ്പം EMSന്റെയും AKGയുടെയും ഒക്കെ എല്ലാവിധത്തിലുള്ള ലാളനയും പിന്തുണയും ഏറ്റ് വളർന്ന പ്രസ്ഥാനവുമാണ് പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ യാത്രക്കിടയിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ പാർട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം നല്ല ജനപിന്തുണയോടെ നേരിടാനും ഒരു പോറലുമേൽക്കാതെ അതിജീവിക്കാനും കഴിഞ്ഞ പാർട്ടിയാണ് ഇവിടുത്തെ പാർട്ടി. നാട്ടിൽ, കേരളത്തിൽ, രാജ്യത്ത് എല്ലാം ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പാർട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഘട്ടങ്ങളിലെല്ലാം അചഞ്ചലമായി പാർട്ടിയോടൊപ്പം നിന്ന ജനങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലുള്ള പോറലും അത്തരം ഘട്ടങ്ങളിൽ പാർട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. അതിന് കാരണം അടിയുറച്ച ജനങ്ങളുടെ പിന്തുണയായിരുന്നു. അനിതര സാധാരണമായ കമ്മ്യൂണിസ്റ്റ് ബോധമാണ് ഇവിടെ ഉയർന്നു വന്നിരുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടതായ എല്ലാ രീതികളും പൊതുവെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനം നിലനിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട് ജില്ല. ആ തലത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ വളർത്തിയതിന് നേതൃത്വം കൊടുത്തവരും ഇപ്പോൾ നേതൃത്വം വഹിക്കുന്നവരും ഇതിനെ കൂടുതൽ നല്ല രീതിയിൽ ഉയർത്തുന്നതിനും വളർത്തുന്നതിനും ഈ പുതിയ ഓഫീസ് സൗകര്യം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള ഈ ജില്ലയിലെ എല്ലാ സംഭവവികാസങ്ങളെയും നേരിടാനുള്ള, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും ഏത് രീതിയിൽ സമീപിക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള കേന്ദ്രമായിട്ടാണ് ഈ ഓഫീസ് മാറാൻ പോകുന്നത്. അതേസമയം ഏതുതരം പ്രശ്നങ്ങളുമായും ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഓഫീസായാണ് പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അതേ രീതിയിൽ തന്നെ അതിനിയും തുടരുകയും ചെയ്യും.
ഈ ഘട്ടം നമ്മുടെ കുടുംബങ്ങളിൽ നല്ലൊരു ഭാഗം വലിയ തോതിൽ ഉത്കണ്ഠയിൽ കഴിയുന്ന ഒരു ഘട്ടമാണ്. കേരളത്തിലെ നല്ലൊരു ഭാഗം കുടുംബങ്ങൾ നല്ല ഉത്കണ്ഠയിലാണിപ്പോൾ. മകനും മകളും അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെയായിട്ടുള്ളവർ നമ്മുടെ നാടിനു പുറത്ത്, രാജ്യത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഗൾഫിൽ ലക്ഷക്കണക്കിലാണ് കഴിയുന്നത്. കേരളത്തിലെ ഏതൊരു കുടുംബത്തെ എടുത്താലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവാസി ബന്ധം ആ കുടുംബത്തിനുണ്ടാകും. അവരെല്ലാം സാധാരണ ഒരു നാടൻ ചൊല്ലില്ലേ, തീ തിന്ന് കഴിയാൻ, ആ തരത്തിലുള്ള പ്രയാസത്തിലാണിപ്പോൾ. എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ് എല്ലാവരും കഴിയുന്നത്. ഇതിന് ഇടയാക്കിയത് ഇപ്പോൾ ഉയർന്നു വന്ന യുദ്ധ സാഹചര്യമാണ്. ആ യുദ്ധത്തിന്, ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേലുമാണ്. ഇസ്രയേല് അമേരിക്കയുടെ പിന്തുണയോടെയാണ് എല്ലാവിധ അതിക്രമങ്ങളും ലോകത്ത് കാണിക്കുന്നത്. ഇപ്പോ ഉണ്ടായ കാര്യം ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ലോകത്ത് രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ എപ്പോഴും അത് പാലിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇത്തരം കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാനുള്ള വേദിയാണ്. പക്ഷേ ഒരു കാട്ടുനീതി എന്നല്ല, വന്യമൃഗനീതി ഇവിടെ വന്നിരിക്കുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. നമ്മുടെ വന്യമൃഗങ്ങളുടെ ഇടയിൽ അത്തരമൊരു രീതിയുണ്ട്. ഒരു ഏറിയ ഒരാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അവിടെ മറ്റൊരാളുണ്ടായാൽ അയാളെ ആക്രമിച്ച് ആ ആക്രമണത്തിൽ ആരാണോ വിജയിക്കുന്നത് അയാളാണ് അവിടെ തുടരുക, മറ്റേയാൾ അവിടെ വിട്ടുപോകും. നമ്മുടെ നാട്ടിലെത്തിപ്പെടുന്ന കടുവകളിൽ ചിലതൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണെന്ന് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് മാരകമായ പരിക്കുണ്ടാവും മറ്റേ കടുവ ആക്രമിച്ചതിന്റെ ഭാഗമായി. പിന്നെ പിടികൂടുമ്പോൾ പെട്ടെന്നത് മരണപ്പെടുകയാണ്. പിടികൂടുമ്പോൾ ഉള്ള പരിക്കല്ല, നേരത്തെയുള്ള പരിക്കിന്റെ ഭാഗമാണ്. ഇത് വന്യമൃഗനീതിയാണ്. നമ്മുടെ ലോകത്ത് അനേകം രാഷ്ട്രങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും
ഒരേ അഭിപ്രായമായിക്കൊള്ളണമെന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളാകാം, വ്യത്യസ്ത നിലപാടുകളാകാം. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട് തങ്ങളുടെ കൂടെ നിൽക്കണം, തങ്ങൾക്ക് വിധേയമായിരിക്കണം, എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് വിധേയമാക്കണം. ഇതാണ് അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട്. ഇറാൻ വലിയ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. എല്ലാ കാലത്തും ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു പോയിട്ടുണ്ട്. ഇറാനോട് അമേരിക്കക്ക് വിരോധം വരുന്നത് അമേരിക്കയുടെ പാവയായ ഷായുടെ ഭരണമായിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. ആ ഷായുടെ ഭരണത്തിനെതിരെ വലിയൊരു ജനമുന്നേറ്റം നടന്നു. അത് താഴെ ഇറങ്ങേണ്ടി വന്നു. പകരം ഭരണ സംവിധാനം വന്നു. ആ സംവിധാനമാണ് ദശാബ്ദങ്ങളായി തുടർന്നത്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യത്തിനേറ്റ അടിയായിരുന്നു. ഒരു രാജ്യത്തിന്റെ കാര്യം ആ രാജ്യത്തിലെ ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല കണ്ടത്. ലോകത്തിലെ മൂന്നാമത്തെ എണ്ണ ഉൽപാദന രാഷ്ട്രമാണ് ഇറാൻ. അതുപോലെ തന്നെ പ്രകൃതിവാതകം കൊണ്ട് സമ്പന്നമാണ്. അത്തരമൊരു രാഷ്ട്രത്തിലെ എണ്ണയും അതോടൊപ്പം പ്രകൃതിവാതകവും തങ്ങൾക്ക് അധീനമാകണം. അതിന് അനുകൂലിച്ച ഷായെപ്പോലെ അമേരിക്കയുടെ പാവിയായിരുന്ന് ഇറാൻ മൂളി എല്ലാറ്റിനും സമ്മതം കൊടുക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ഇറാനുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നത അമേരിക്കക്ക് തുടങ്ങുന്നത്. അവരുടെ താല്പര്യം വെച്ച് ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാമോ? ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര മര്യാദക്ക് ചേർന്നതാണ്. ഒരു കാലത്തും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിൽ നേരെ ആ രാഷ്ട്രത്തിന്റെ പരമോന്നത പദവി വഹിക്കുന്ന ഖൊമേനിയെയും കുടുംബത്തെയും കൊല ചെയ്യുന്നു. തങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക കഴിവ് ഇന്നയാള് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തെ വധിക്കുന്നതിനു വേണ്ടി സൂക്ഷ്മമായി അവിടത്തേക്ക് ആയുധമയക്കാനുള്ള കഴിവ്, അതാണ് അമേരിക്ക പ്രയോഗിച്ചത്. ഒരു രാജ്യത്തിന്റെ പരമോന്നത അധികാരിയെ ഈ തരത്തിൽ കൊലപ്പെടുത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്?
അമേരിക്ക അതിനോടൊപ്പം ചേർന്ന് ഇസ്രയേൽ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. അതിലൊന്ന് ആണവ ഭീഷണിയെക്കുറിച്ചാണ്. ആണവായുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നാണ്. ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിലോ? ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ് നിങ്ങളുടെ കയ്യിൽ ആണവായുധം പാടില്ല എന്ന് പറയുന്നത്. എന്ത് ന്യായമാണ് അതിനുള്ളത്? തങ്ങളുടെ കയ്യിലുള്ള ആണവായുധം ഉപേക്ഷിക്കാനോ ഏതെങ്കിലും ഒരു ഭാഗം വേണ്ടെന്ന് വെക്കാനോ ഇതേവരെ അമേരിക്ക സന്നദ്ധമായിട്ടുണ്ടോ? ആണവ പ്രശ്നത്തിൽ ഇറാനുമായി ചർച്ചകൾ നടത്തിയല്ലോ. അവിടെ നേരത്തെ നടന്ന യുദ്ധം, അതിന്റെ തുടർച്ചയായി ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ നല്ല പുരോഗതിയാണ് എന്ന് ഒമാൻ തന്നെ പ്രസ്താവിച്ചു. എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതിയാണ്, പരിഹാരത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ആക്രമണം നടന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഒമാൻ പ്രസ്താവിച്ചത്. പിന്നെ എന്ത് പ്രകോപനമാണ് ഉണ്ടായത്? ഇത്തരമൊരു ആക്രമണം നടത്താൻ ഇവിടെ അമേരിക്ക ഇറാന്റെ കയ്യിൽ വൻ ആയുധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇതേ ന്യായം പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഇറാഖിന് നേരെ ആക്രമണം നടത്തിയിരുന്നത്. ഇറാഖിന് നേരെ ആക്രമണം നടത്തുമ്പോൾ സദാം ഹുസൈനെ ഒരു ഭീകരനായി ആദ്യമേ തന്നെ ചിത്രീകരിക്കാൻ അമേരിക്ക കഴിഞ്ഞു. ലോകത്താകെ ആളുകൾ ഭയപ്പാടിലായി. അല്ലെങ്കിൽ അത്തരമൊരു ഭയം സൃഷ്ടിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്താകെയുള്ള മാധ്യമങ്ങൾക്കായി. എന്തായിരുന്നു പറഞ്ഞത്? ഇറാഖിന്റെ കയ്യിൽ വൻ രാസായുധങ്ങളുണ്ട്, ആ രാസായുധങ്ങൾ എപ്പോഴും പ്രയോഗിക്കാം. അപ്പോ എല്ലാവരും, ഇവിടെയുള്ളവരടക്കം, ഈ രാസായുധവും മറ്റോ ഇവിടെ വന്ന് വീണാൽ നമ്മുടെ സ്ഥിതി എന്താകും എന്ന് ആലോചിക്കുന്നിടയായി. അപ്പൊ രാസായുധം പ്രയോഗിച്ചേക്കും എന്ന് സദാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സദാമിനെയും അവിടുത്തെ ഗവൺമെന്റിനെയും ഇല്ലാതാക്കാനുള്ള കളമൊരുക്കുകയായിരുന്നു. ആ സമയത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിദഗ്ധ സംഘം ഇറാഖ് സന്ദർശിച്ചത്. അവരെല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. അവർ പറഞ്ഞു, ആരോപിക്കപ്പെടുന്ന രീതിയിൽ ഒരു രാസായുധവും ഇറാഖിന്റെ കയ്യിലില്ല എന്ന്. ആര് വില വെക്കുന്നു അതിന്? ആദ്യം അഴിച്ചുവിട്ട പ്രചരണം അവസാനിച്ചോ? ആ പ്രചരണത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങളല്ലേ തുറന്നത്? അതല്ലേ കാണാൻ കഴിഞ്ഞത്? ഏറ്റവും നല്ല ഭരണ സംവിധാനം നിലനിന്ന ഒരു രാജ്യമായിരുന്നല്ലോ ഇറാഖ്. അതിനെ
പൂർണ്ണമായി തകർത്ത് അതല്ലേ അമേരിക്ക നൽകിയ സംഭാവന. പക്ഷേ അന്നും ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇറാഖിനെ കുറിച്ച് അന്ന് പ്രചരിപ്പിച്ചതുപോലെ ഇന്ന് അമേരിക്ക നടന്ന പ്രചരണത്തിന്റെ ഭാഗമായി ലോകമാകെ ഇറാനെ പറ്റി ഭീതിയിലായിട്ടില്ല. ഇറാന്റെ കയ്യിലുള്ള ആയുധം ഇവിടെ വന്ന് വീഴുമെന്നുള്ള ആശങ്ക ലോകത്തിന്റെ ഒരു ഭാഗത്തും നിലനിൽക്കുന്നുമില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം പങ്കുചേരാത്തത്. ഇതില് ഇറാഖിനെതിരെ നാറ്റോവിന്റെ സഹായത്തോടെയായിരുന്നു ആക്രമണം. ഇന്ന് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ് ആക്രമണം നടത്തുന്നത്. പല രാഷ്ട്രങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ തന്നെ കടുത്ത വിമർശനം ഇതിനെ അപലപിക്കുന്ന നില തുറന്നു വരികയാണ്. എല്ലാ രീതിയിലും അമേരിക്ക കാണിച്ചത് അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനമാണ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്തും ചെയ്യും എന്ന നിലയാണല്ലോ അമേരിക്ക സ്വീകരിക്കുന്നത്. ലോകത്ത് നല്ല രീതിയിൽ എണ്ണ കൈവശം വെച്ചിട്ടുള്ള എണ്ണയുള്ള രാഷ്ട്രമാണ് വെനിസ്വേല. വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും വീട് ചവിട്ടി തുറന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന നിലയല്ലേ അമേരിക്ക സ്വീകരിച്ചത്? ഏതെങ്കിലും രാഷ്ട്രമര്യാദ അതിലുണ്ടോ? ആരാണ് അമേരിക്കയ്ക്ക് ഈ രീതിയിൽ അധികാരം കൊടുത്തിട്ടുള്ളത്? തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, തങ്ങൾക്കെന്തും ചെയ്യാം. ആ ഹുങ്കോടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ആ സർക്കാരുകൾക്കെതിരെ തീർത്തും തെറ്റായ സമീപനം സ്വീകരിച്ച് അവയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയാണ് നാം കണ്ടിട്ടുള്ളത്. അമേരിക്കയുടെ നിലപാടുകൾ അഫ്ഗാനിസ്ഥാനില് നജീബിന്റെ ഭരണം നിലനിൽക്കുന്ന കാലത്ത് അവിടെ നല്ല രീതിയിൽ ഭരണം നടന്നു പോവുകയായിരുന്നു. എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു. അതിനെ അട്ടിമറിക്കാൻ താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ പിന്തുണയോടെയാണ് അവിടെ ഈ പറയുന്ന ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്ന നജീബിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത്. സാധാരണ മുസ്ലിം രീതി അനുസരിച്ച് ഒരു ശവം അതിനെ ബഹുമാനിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഇവിടെ അദ്ദേഹത്തിന്റെ ശവം പരസ്യമായി കെട്ടിത്തൂക്കുകയായിരുന്നു. പിന്നെ നാം കണ്ടത് എല്ലാ തരത്തിലുമുള്ള അതിക്രമങ്ങളാണ്. ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊരു ന്യായം അമേരിക്ക ഇടക്ക് പറയുന്നതായി കേട്ടു. നാം
സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. എല്ലാവിടെയും ആ സ്വാതന്ത്ര്യം വേണം. എന്നാൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾ അത് പല രാജ്യങ്ങളിലില്ലേ? ആ രാജ്യങ്ങളിൽ പലതിലും അമേരിക്കയുടെ പിന്തുണയില്ലേ? അവിടെയെല്ലാം അമേരിക്കയുടെ സാന്നിധ്യമില്ലേ? എന്തേ ഇറാനെ മാത്രം ആക്രമിക്കാൻ? അപ്പോ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യം വെച്ചാണ് ഈ നടപടികൾ സ്വീകരിച്ചത്. ഇവിടെ നാം കാണേണ്ട കാര്യം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരത്തിലുള്ള നെറികേടുകൾ കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമീപനം എന്ത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വളരെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു രാജ്യമാണ്. നാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അത് സാമ്രാജ്യത്തിനെതിരായ സമീപനമായിരുന്നു. ചേരിചേരാ നയം, അതിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. മൂന്നാം ലോക രാഷ്ട്രങ്ങളോടൊപ്പമായിരുന്നു. ലോകത്ത് നടക്കുന്ന എല്ലാ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും പിന്താങ്ങുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇവിടെ ആ പാരമ്പര്യം പിന്നീട് കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. നരസിംഹറാവുവിന്റെ കാലം വന്നപ്പോ മാറ്റം വന്നു. ആ മാറ്റം അമേരിക്കയുമേ അടുക്കുന്നിടത്തേക്ക് എത്തി, ഇസ്രയേലിനെ അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി. അത് കഴിഞ്ഞ് BJPയുടെ കാലം വന്നപ്പോൾ കുറെ കൂടി തീവ്രമായി. ഇപ്പോ ലോകമാകെ ഇത്തരമൊരു ആക്രമണം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയാണ് നാം കാണുന്നത്. അവർ രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. ഇസ്രയേലിലെ ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഇവിടുത്തെ RSSഉം രണ്ടും ഇരട്ടപ്പറ്റ സഹോദരങ്ങൾ. അതിന്റെ ഭാഗമായി ഇസ്രയേലിനെ പിന്താങ്ങുന്നു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറില്ല. പരമ്പരാഗതമായി നമ്മുടെ രാഷ്ട്രവും ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധത്തിലാണ്. പരസ്പര ബന്ധം, ദൃഢമായ ബന്ധം. ആ ബന്ധമുള്ള രാഷ്ട്രത്തെ ഏകപക്ഷീയമായി ആക്രമിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട രാഷ്ട്രത്തിനു വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്കാവുന്നില്ല. നമ്മുടെ രാജ്യം തീർത്തും മൗനം പാലിക്കുന്നു. ഇത് രാജ്യത്തിന് അവമാനമാണ്. RSSന് അഭിമാനമായിരിക്കും. കാരണം RSSന്റെ നയമതമാണ്. കോൺഗ്രസ് നേരത്തെ തുടങ്ങി വെച്ചതും അതാണ്. പക്ഷേ രാജ്യത്തിന് അവമാനമാണ്. ഇന്ത്യ ഉറച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം ചേരിചേരാ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സ്വീകരിച്ച രാഷ്ട്രമാണ്. അവിടെയാണ് മാറ്റം വരുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമായതല്ല. ലോകമാകെ ഇതിന്റെ ഭാഗമായി അസ്വസ്ഥതകൾ പടരുകയാണ്. നമ്മുടെ
ഗൾഫ് മേഖലയിലും അസ്വസ്ഥതകൾ പടരുന്നു. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഗൾഫിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായുള്ള ഒട്ടേറെ അസ്വസ്ഥതകളാണ് വളർന്നു വരുന്നത്. എല്ലാവരും വലിയ ഉത്കണ്ഠയിൽ കഴിയുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അടിയന്തരമായി ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനാണ് ഐക്യരാഷ്ട്രസഭ. പക്ഷേ ഐക്യരാഷ്ട്രസഭയെ അംഗീകരിക്കാത്ത, ഫലത്തിൽ അംഗീകരിക്കാത്ത രാഷ്ട്രമാണ് അമേരിക്ക. തങ്ങളുടെ കയ്യൂക്കിലൂടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് നോക്കുന്നത്. ഇതിനെതിരെ കടുത്ത പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ, സംസ്ഥാനത്തുള്ള പ്രശ്നങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്ര വിശദമായി ഞാൻ പോകുന്നില്ല. കാരണം സഖാ വിജയരാഘവനും മറ്റും ഇവിടെ സംസാരിക്കാനുണ്ട്. അവര് ആ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും എന്ന പ്രതീക്ഷയോടെ ഈ എം പി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. നമ്മുടെ പാർട്ടി ഓഫീസ് ഇത്രയും മനോഹരമായി പണി പൂർത്തിയാക്കിയ ആൽക്കമി ആർക്കിടെക്റ്റിന്റെ ഉടമ ഡിസൈനറുമായ സുബീഷും അതുപോലെ പ്രണബും, അവർക്കൊരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഉപഹാരമുണ്ട്. അത് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ CM ക്ഷണിക്കുക. അവരേറ്റുവാങ്ങുന്നതിനോട് സുബീഷിനെയും പ്രണബിനെയും. അടുത്തതായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് A. വിജയരാഘവൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു, നമ്മുടെ ഈ ചരിത്ര നിമിഷത്തിന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച സഖാവ് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, ബഹുമാന്യരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കൾ, ബഹുമാന്യനായ സഖാവ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹത്തായ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു പങ്ക് നിർവഹിച്ച പ്രദേശമാണ് പാലക്കാട് ജില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള വളർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വിവിധങ്ങളായ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും നാൾ വഴികളിൽ പാലക്കാട്ടിലെ ജനത നടത്തിയ ധീരോജ്വലമായ പോരാട്ട സമരങ്ങൾ എല്ലാ കാലത്തും നമുക്ക് അഭിമാനം നൽകുന്ന ഒന്നാണ്. നമ്മുടെ പാർട്ടിയെ ഒറ്റപ്പെടുത്താനുള്ള പല പരിശ്രമങ്ങളും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. ആ നിലയിലുള്ള ഒരു പരിശോധനയിൽ നമ്മുടെ പാർട്ടി കേരളത്തിൽ ഏറ്റവും ഒറ്റപ്പെടുത്താൻ എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചത് 1970-കളിലാണ്. CPM-നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ മുന്നണി കേരളത്തിൽ രൂപപ്പെടുത്തി കേരളത്തിലെ ഇടതുപക്ഷ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കിയ ഒരു കാലമായിരുന്നു അത്.
1970 ആരംഭിച്ച ആ രാഷ്ട്രീയ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു 1970 തിരഞ്ഞെടുപ്പ്. അന്ന് കേരളത്തിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായ സന്ദർഭത്തിൽ 1970 ഈ കേരള സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ മാത്രമാണ് എല്ലാ സീറ്റുകളും CPM ജയിച്ചത്. എതിരാളിക്ക് ഒരു സീറ്റ് കൊടുക്കാതെ എല്ലാ സീറ്റിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് പാലക്കാട്ടെ പാർട്ടി. നമ്മുടെ പാർട്ടിക്ക് ശതമാനത്തിന്റെ ഒരു കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം, ഏതാണ്ട് 57% വോട്ടും ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ല നൽകിയിട്ടുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ദാർഢ്യമേറിയ സംസ്ഥാനത്തെ അടിത്തറകളിൽ ഒന്നാണ് പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും നമ്മളിവിടെ രൂപപ്പെടുത്തിയത്. ഇവിടെ സഖാവ് പിണറായി സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളും ഈ ആഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു വിളിപ്പാട് അകലെയാണ് വിക്ടോറിയ കോളേജ്. വിക്ടോറിയ കോളേജിനോട് തൊട്ടാണ് നമ്മുടെ ആഫീസ്. അതിന്റെ ഏറ്റവും വലിയ ചരിത്ര പ്രത്യേകത എന്താ? മഹാനായ EMS പഠിച്ച സ്ഥാപനമാണത് എന്നുള്ളതാണ്. EMS പഠിച്ച സ്ഥാപനത്തിന്റെ തൊട്ടു മുന്നിലാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെ ഈ ഓഫീസ് പുതുക്കി നമ്മൾ ആത്മവിശ്വാസം വളർത്തുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കും. EMS, AKG, നായനാര്, VS ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല എന്നത് നമുക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മാത്രമല്ല, ഈ കോട്ടമൈതാനത്ത് പോരാടി മരിച്ചു വീണ പാലക്കാട് രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ പൈതൃകവും നമുക്കുണ്ട്. തോക്കിന്റെ മുന്നിലും ഭയപ്പെടാതെ നിന്ന പോരാളികളുടെ നാടുകൂടിയാണ്. ആ നിലയിൽ മഹത്തായ ഒരു ചരിത്രമുള്ള, സമരാനുഭവങ്ങളുടെ ഭൂമികയുള്ള ഒരു പ്രദേശത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളും ആ നിലയിലുള്ള ആസൂത്രണവും അനിവാര്യമായ ഒരു സന്ദർഭത്തിലാണ് ഈ ഓഫീസിന്റെ നിർമ്മാണവും ഉദ്ഘാടനവും നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. യോഗത്തിൽ സംസാരിച്ച സഖാവ് മുഖ്യമന്ത്രി ഇവിടെ ഈ കാലം സൃഷ്ടിച്ചിരിക്കുന്ന വളരെ സവിശേഷമാർന്ന പ്രത്യേകതകളിലേക്കാണ് ഇതിനെ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള ഒരു പാർട്ടിയല്ല. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെയും നിയമസഭാ അംഗത്വത്തിന്റെയും പാർലമെന്ററി സ്ഥാനങ്ങളുടെയും മന്ത്രിസഭകളുടെ അംഗബലത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ ശ്രമിക്കുകയും അധികാരത്തിനായി തന്നെ ചിലപ്പോൾ പരിശ്രമിക്കുകയും ചില സംസ്ഥാനങ്ങളിലെല്ലാം അധികാരത്തിൽ വരികയും അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ മറ്റ് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചം പകരാൻ കഴിയുന്ന നല്ല നിലപാടുകളും നയങ്ങളും പ്രാവർത്തികമാക്കുകയും ചെയ്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്തതയുള്ള ചരിത്രം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യനോടുള്ള പ്രതിബദ്ധതയാണ്. ഇത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ പ്രസ്ഥാനമാണ്. പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ കേവലമായ സാമ്പത്തികമായ പരിമിതികൾ മാത്രമല്ല അവനെ വേട്ടയാടുന്നത്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിച്ച് മുന്നോട്ടു പോകുന്ന പ്രക്രിയയിൽ പ്രമാണിത്വത്തിന്റെ എല്ലാ കടന്നാക്രമണങ്ങളെയും പ്രതിരോധിക്കാനാവാത്ത പരാജയപ്പെട്ട മനുഷ്യരാണ് പാവപ്പെട്ട മനുഷ്യർ. ആ നിലയിൽ ഇന്നത്തെ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന ജീവിത പരിമിതികളുടെ മുന്നിൽ തകർന്നു പോകുന്ന മനുഷ്യന് തോറ്റുമടങ്ങുക എന്നുള്ള നിലയ്ക്കല്ല, ആ മനുഷ്യനെ ആത്മവിശ്വാസമുള്ള മനുഷ്യനാക്കി മാറ്റുക എന്നത് അതിപ്രധാനമാണ്. ദുർബലന് ആത്മവിശ്വാസം നൽകുക എന്നത് ഒരു ഉത്തേജക ഔഷധം നൽകുന്നത് പോലെ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് പാവപ്പെട്ട
മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ നേരെ വരുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസത്തെ പാവങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലന്റെ ആത്മവിശ്വാസത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. പാവപ്പെട്ട മനുഷ്യന് നേരെ വരുന്ന കടന്നാക്രമണങ്ങൾ സ്വാഭാവികമായും സമൂഹത്തിൽ മേധാവിത്വം വഹിക്കുന്ന വർഗത്തിന്റെ താല്പര്യങ്ങളെ പരിരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നയങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ്. ആ നയങ്ങൾ അടിസ്ഥാനപരമായി ദുർബലന്റെ മുന്നേറ്റത്തെ തടുക്കാൻ രാജ്യത്ത് മേധാവിത്വം വഹിക്കുന്ന വർഗം സൃഷ്ടിച്ചു വിടുന്നത് തന്നെയാണ്. ഞാനതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ ബോധ്യത്തിൽ സാധാരണ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്ത് അവനെ സമരപോരാളിയാക്കി പരിവർത്തനം ചെയ്യിച്ചുകൊണ്ടല്ലാതെ ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധാരണ മനുഷ്യനാവില്ല. ആ നിലയിൽ നമ്മുടെ സമൂഹത്തിന് അകത്ത് തെറ്റായ ആശയങ്ങൾ, ജനവിരുദ്ധ ആശയങ്ങൾ, പ്രതിലോമ പ്രത്യയശാസ്ത്രങ്ങൾ അത് ശക്തിപ്പെടുന്ന ഓരോ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിച്ചു തോൽപ്പിക്കാനുള്ള കരുത്ത് ജനങ്ങൾക്ക് നൽകുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലുള്ള ഒരു പരിശോധനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ശക്തിപ്പെടേണ്ട കാലമാണിത്. ഒരു പോറലേൽക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു കാലമാണിത്. എന്തുകൊണ്ടെന്നാൽ സാധാരണ മനുഷ്യന്റെ എതിർദിശയിൽ നിൽക്കുന്ന വലതുപക്ഷ ആശയങ്ങളും രാഷ്ട്രീയവും അതിന്റെ വല്ലാത്ത കരുത്ത് പ്രകടിപ്പിക്കുന്ന ചരിത്ര സന്ദർഭമാണ്. ഇവിടെ സഖാവ് പിണറായി ഇന്നത്തെ ലോക സന്ദർഭത്തിലെ അവസ്ഥയെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു യുദ്ധം എന്നത് മുതലാളിത്തത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു കാലത്ത് ആ ശാസ്ത്ര വിന്യാസത്തെ, വിപുലീകരണത്തെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം മനുഷ്യനെ കൊന്നൊടുക്കുന്ന യുദ്ധായുധങ്ങളുടെ നവീകരണത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അത് ലോക പ്രമാണിത്വത്തിന്റെ വൻകിട കോർപ്പറേറ്റുകളുടെ കൊള്ളലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെയും മുതലാളിത്തം അഭിമുഖീകരിക്കുന്ന സമകാല പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കുറുക്കുവഴിയായി യുദ്ധത്തെ ദുർവിനിയോഗം ചെയ്യുന്നതിന്റെയും അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. കഴിഞ്ഞ 3.5 ദശകം ലോകത്ത് എത്ര യുദ്ധങ്ങളാണ്, എത്ര കണ്ണീർപ്പുഴകളാണ്, എത്ര കൊലപാതകങ്ങളാണ്, എത്ര കുഞ്ഞുങ്ങളുടെ ബോംബിട്ട് അവരെ കൊല്ലുന്നതിലാണ്, വിദ്യാലയങ്ങളും ആതുരാലയങ്ങളും ബോംബ് വർഷിക്കുന്നതിനാണ്, എത്രയോ നഗരങ്ങളെ ബോംബിട്ട് കൂമ്പാരമാക്കുന്നതിലാണ് നമ്മുടെ മുന്നിലൂടെ വർഷങ്ങളായി കടന്നു പോകുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മളെല്ലാം ആശങ്കപ്പെടുന്നു. ഒരു യുദ്ധം കഴിയുമ്പോൾ അവസാനിക്കുകയില്ല, മറ്റൊരു യുദ്ധം തുടങ്ങുകയാണ്. എത്ര ദുഃഖകരമായ ഒരവസ്ഥയാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ മഹായുദ്ധങ്ങളില്ലാത്ത ദീർഘമായ ഒരു കാലയളവ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലനിന്നു. എന്നാൽ ഇന്ന് യുദ്ധങ്ങളുടെ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ആ ഓരോ യുദ്ധങ്ങളുടെയും ആവർത്തനങ്ങളിൽ എത്രയോ 10,000-കണക്കിന് നിരപരാധികൾ മരിച്ചു വീഴുന്നു. ഈ ദുരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് ലോകത്തെ ഇടതുപക്ഷം ദുർബലപ്പെട്ടപ്പോഴാണ് എന്ന് നാം മറന്നുപോയത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്രാജ്യത്വ കൊയ്മകൾക്ക് കിട്ടിയ മേധാവിത്വമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മഹായുദ്ധ തുടർച്ചകൾക്ക് വഴിവെട്ടിയിട്ടുള്ളത്. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അതിന്റെ പ്രതിഫലനം വ്യത്യസ്തങ്ങളായ തലത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് ഇന്നത്തെ ലോകത്തിലേക്ക്, ഇന്നത്തെ ഇന്ത്യയിലേക്ക്, ഇന്നത്തെ കേരളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അപകടകരമായ പ്രതിഫലനങ്ങളും പ്രത്യാഘാതങ്ങളുമാണ്. പുരോഗമന ആശയങ്ങളുടെ സ്വാധീന വിപുലീകരണം ഉണ്ടായില്ലെങ്കിൽ പാവപ്പെട്ടവന്റെ മനുഷ്യ ജീവിതത്തിലേക്ക് അത് വിപരീത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രകാലമാണ്. അപ്പൊ വലതുപക്ഷ ആശയ മേധാവിത്വം അതാണ് ഡൊണാൾഡ് ട്രംപ് മുതൽ നമ്മുടെ നരേന്ദ്രമോദി മുതൽ VD സതീശൻ വരെ നീണ്ടു കിടക്കുന്നത്. അതാണ് നാം മനസ്സിലാക്കി പോവേണ്ടത്. അപകടകരമാണ് വലതുപക്ഷ ആശയങ്ങൾക്ക് സമൂഹത്തിൽ
മേധാവിത്വം കിട്ടുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇന്നത്തെ ലോക ചരിത്ര സംഭവങ്ങൾ അതിന് സാക്ഷിയാണ്. നാം ജീവിക്കുന്ന രാജ്യമോ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിഞ്ഞൂട, വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ഈ യുദ്ധ തുടർച്ചയുടെ തുടക്കം കുറിക്കുന്ന ദിവസത്തിന്റെ തൊട്ടുതലേന്ന് ഈ യുദ്ധഭൂമിയിലെ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേലിൽ ഒരു രാഷ്ട്ര നേതാവ് ചെന്നെത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നത് എത്ര ഖേദകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർത്തെടുക്കേണ്ടി വരികയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി ആ രാജ്യം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്ന് ഇന്ത്യയിൽ എത്തുമ്പോഴേക്ക് അവിടുന്ന് യുദ്ധവിമാനങ്ങൾ പോവുകയാണ് മറ്റൊരു രാജ്യത്തെ അടിച്ചമർത്താൻ. അക്രമോത്സുകമായ സമകാല ലോകത്തിന്റെ മുന്നിൽ വ്യക്തതയുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയാത്ത രാജ്യമായി നമ്മുടെ നാട് ചുരുങ്ങുന്നതിനും നമ്മൾ സാക്ഷിയാവുകയാണ്. രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന് മേധാവിത്വം കിട്ടുന്ന ചരിത്രാനുഭവങ്ങളിലാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. എവിടെയെങ്കിലും നമ്മുടെ നാടിന് വേറൊരു തരത്തിൽ പുരോഗതി ഉണ്ടാവുന്നുണ്ടോ? മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതികളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത വ്യതകളിലെ പ്രധാനപ്പെട്ട തൊഴിലില്ലായ്മയോ ദാരിദ്ര്യമോ ഭവനരാഹിത്യമോ സാമൂഹ്യ ജീവിത പിന്നോക്കാവസ്ഥയോ പരിഹരിക്കാൻ ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കോ അവരുടെ നയങ്ങൾക്കോ സാധിക്കുന്നുണ്ടോ? സാമ്പത്തിക രംഗത്തുള്ള എല്ലാ മുന്നേറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും അവകാശം പരിപൂർണമായി ഏറ്റവും വലിയ കുത്തക മുതലാളിക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന സമ്പത്തിന്റെ കൈമാറ്റം എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ രാജ്യത്തെ ഈ വലതുപക്ഷ ഭരണം കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ? ശതകോടീശ്വരന്മാരുടെ വരുമാനവും ലാഭവും കൊള്ളലാഭമായി പരിണമിക്കുകയും അവർ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും സ്വന്തം സമ്പത്താക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന അപകടം നിറഞ്ഞൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ സാക്ഷികളായി നിൽക്കുകയാണ് വലതുപക്ഷവും വർഗീയതയും നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന ചരിത്ര ദൗത്യം. അങ്ങനെ ആപത്കരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് ഇപ്പൊ ചെന്നെത്തിയിരിക്കുന്നു. എത്ര ദുഃഖകരമാണത്! ഈ വലതുപക്ഷ നയങ്ങളും ആ വലതുപക്ഷ നയങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട് വിപുലീകരിക്കപ്പെടുന്ന വർഗീയതയും നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ആപത്തിന്റെ ആഴം എത്ര വലുതാണ്! സമൂഹത്തിലെ എല്ലാ മനുഷ്യനെയും വർഗീയ ബോധത്തിൽ കീഴ്പ്പെടുത്താനാണ് ഇന്നിവിടെ പരിശ്രമിക്കുന്നത്. എന്ത് സാമൂഹ്യ ദുരിതമുണ്ടായാലും എത്ര വലിയ ദുരന്തമുണ്ടായാലും മനുഷ്യന് നേരെയും അവന്റെ അവകാശങ്ങൾക്ക് നേരെയും അതിക്രമങ്ങളും കടന്നാക്രമണങ്ങളും ഉണ്ടായാലും നിശബ്ദനായി സഹിക്കുന്ന വിധേയന്മാരെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് വർഗീയതയുടെ പ്രത്യയശാസ്ത്രവും അതുൽപാദിപ്പിക്കുന്ന മൂല്യബോധവും നമ്മുടെ നാടിനെ ചുരുക്കുമ്പോൾ ആ വർഗീയവാദത്തിന് കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള വഴി വെട്ടിത്തെളിയിക്കുക എന്ന വലിയ ചരിത്ര ദൗത്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ചെറിയ ദൗത്യമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർവഹിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ CPIM-ന് നിർവഹിച്ച് തീർക്കാനുള്ളത്. വളരെ നമ്മള് പിന്നിട്ടു പോന്ന വഴികളിലെ കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്ര വഴികളിൽ നമ്മൾ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും പ്രയാസകരമായ ഒരു ചരിത്രകാലത്തിന്റെ നടുവിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ചെങ്കൊടിയെയും പോറലേൽക്കാതെ മുന്നോട്ട് നയിക്കുക എന്ന ഉജ്ജ്വലമായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വളരെ വലിയൊരു ചരിത്ര ദൗത്യമാണത്. ആ ചരിത്ര ദൗത്യം നിർവഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയ വലതുപക്ഷം, ഈ രാജ്യത്തെ വർഗീയവാദികൾ, നമ്മുടെ നാട്ടിലെ സമ്പന്ന വർഗം ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സന്ദർഭം കൂടിയാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നാം മറന്നുപോകരുത്, അത് കേരളത്തെ വലതുപക്ഷം ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ ദുരന്തങ്ങളുടെ നടുവിൽ വലതുപക്ഷ ആശയങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ കരുത്തുറ്റ പോരാട്ടങ്ങളുടെ മുനയൊടിക്കാൻ വലതുപക്ഷത്തിനും വർഗീയതയ്ക്കും കഴിയുന്ന ഒരു ഏറ്റവും അപകടം നിറഞ്ഞ കാലത്ത് ഈ കേരളത്തിൽ ഇപ്പോഴും ചെങ്കോട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പം മുമ്പ് ഇവിടെ നിറങ്ങിപ്പോയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്നത് ലോകത്തിന്റെ മുന്നിലെ ആത്മവിശ്വാസത്തിന്റെ അടയാളമായി നിൽക്കുകയാണ്. അങ്ങനെയാണ് കേരളം. ആപത്തിന്റെ കാലത്ത് യുദ്ധവിമാനങ്ങളും പോർവിമാനങ്ങളും ഉയർന്നു പൊന്തുമ്പോ അതിന്റെ മുന്നിൽ പ്രതിഷേധിക്കാൻ
പലരും മടിക്കുന്ന ഒരു സന്ദർഭത്തിൽ കേരളം കണ്ട എന്താ? കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും അതിനെതിരായ പ്രതിഷേധ ജ്വാലകൾ ഉയർന്നു എന്നുള്ളതാണ്. അതിന് വ്യത്യാസമുള്ള സമീപനമാണ്. ലോക മുതലാളിത്തം അതിന്റെ പ്രതിസന്ധിയുടെ വലിയ ആഴത്തിലേക്ക് പതിച്ചിരിക്കെ പാവപ്പെട്ടവന്റെ എല്ലാ അവകാശങ്ങളുടെയും നിഷേധമാണ് അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുക. പാവങ്ങൾക്കൊരു അവകാശം സംരക്ഷിക്കപ്പെട്ട് കിട്ടില്ല. ആരോഗ്യ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും പാർപ്പിടവും തൊഴിലും സാമൂഹ്യ സുരക്ഷയും പരിപൂർണമായി നിഷേധിക്കപ്പെടും. യൗവനമെന്ന നിരാശയുടെ കാലമാകും. വാർദ്ധക്യമാകട്ടെ ആരും നോക്കാനില്ലാതെ തെരുവിലേക്ക് മനുഷ്യന് വലിച്ചെറിയുന്ന കാലവും. എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തും ഈ വിഷയങ്ങളിലൊന്നിലും പാവപ്പെട്ടവൻ ഒരു കുറവുമില്ലാതെ ഈ കൊച്ചു കേരളം കാത്തു സൂക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിലെ മഹാത്ഭുതങ്ങളിലൊന്ന്. എങ്ങനെ ഈ മുതലാളിത്ത പ്രതിസന്ധിയുടെ കാലത്ത് വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നിടത്ത്, ഫെഡറൽ സംവിധാനങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നിടത്ത്, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർ ചെയ്യാൻ കേന്ദ്രം തയ്യാറാവുന്നിടത്ത് എങ്ങനെയാണ് കേരളത്തിന് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നതാണ് ഇന്നത്തെ ലോക സാമൂഹ്യഘടനയിലെ തന്നെ അത്യപൂർവമായ ഒരു കാര്യം. വലിയൊരു മഹാദുരന്തമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി, എത്ര കോടി രൂപയുടെ നഷ്ടമുണ്ടായി. മലയാളി ഒന്നിച്ചു നിന്നും കേരള ഗവൺമെന്റ് മുന്നിൽ നിന്നും ആ മുണ്ടക്കൈയിൽ ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഒരു ടൗൺഷിപ്പ് അങ്ങ് ഉദ്ഘാടനം ചെയ്തല്ലോ മിനിയാന്ന്. മറ്റെവിടെയെങ്കിലും ഇന്ത്യ രാജ്യത്ത് സമാനമായ ഒന്നിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? 5 ലക്ഷം മനുഷ്യന് വീട് വെച്ചു കൊടുക്കുകയാണ്. അമേരിക്കയുടെ തലസ്ഥാനമായ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തായിരുന്നു? ഒരു ട്രംപ് വിരുദ്ധൻ അവിടെ ജയിച്ചല്ലോ, ഇന്ത്യൻ വംശജൻ. ജയിക്കാനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? രാഷ്ട്രീയ വിഷയം എന്തായിരുന്നു? രാഷ്ട്രീയ വിഷയം പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചായിരുന്നു, പൊതുജനാരോഗ്യ സംവിധാനത്തെ കുറിച്ചായിരുന്നു, ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് ഒരു വീട് കിട്ടുമോ എന്ന ചോദ്യത്തെ കുറിച്ചായിരുന്നു, സാമൂഹ്യ സുരക്ഷ സംരക്ഷിക്കാനാവുന്നില്ലല്ലോ എന്ന പരിവേദനത്തെ കുറിച്ചായിരുന്നു. അതായിരുന്നു ചർച്ച. അത് മുതലാളിത്തത്തിന്റെ പറുദീസയുടെ ഏറ്റവും വലിയ ഹൃദയഭൂമിയിലാണ്, അമേരിക്കയുടെ ന്യൂയോർക്കിലാണ്. ഇതില്ല അവിടെ. ഈ കേരളത്തിലോ 5 ലക്ഷം മനുഷ്യർക്ക് നല്ല വീട് കൊടുത്തിരിക്കുക. 5 ലക്ഷം മനുഷ്യർക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് കൊടുത്തില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് ഓരോന്ന് നമ്മുടെ മുന്നിൽ ഇപ്പൊ നിൽക്കല്ലേ? ഈ മഹാദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് എങ്ങനെയാണ് രാഷ്ട്രീയ വലതുപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന് നാം കണ്ടുപോകണം. എങ്ങനെയാണ് വർഗീയവാദികൾ സമൂഹത്തെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നും നാം മനസ്സിലാക്കി പോകണം. രാഷ്ട്രീയ വലതുപക്ഷം ഈ മഹാനേട്ടങ്ങളെ തിരസ്കരിക്കുകയും തമസ്കരിക്കുകയുമാണ്. രാഷ്ട്രീയ വലതുപക്ഷം മാത്രമല്ല, ആ വലതുപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാർ, കുത്തക മുതലാളിമാർ, അവർ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, ഇവിടെ നിർവഹിക്കുന്ന ചരിത്ര ദൗത്യം എന്താ? ഇത്രയും വലിയൊരു മുന്നേറ്റം കേരളം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഭരണം നടക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം മോശം. എത്ര വലിയ ഒരു ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോ, അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ, ലോകത്തെവിടെയും സർക്കാർ ആശുപത്രികളിൽ ലാബില്ല, പരിശോധനകളില്ല, സ്പെഷ്യലൈസ്ഡ് സേവനമില്ല. നാട്ടിൻപുറത്ത് താഴെ തട്ടിൽ വരെ ഇതിവിടെ കൊടുക്കുകയാണ്. എത്ര കോടി മനുഷ്യരാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ആശുപത്രികളിൽ വന്നു പോകുന്നത്? ദശലക്ഷക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ആശുപത്രിയിൽ നിന്ന് അത്രയും ആളുകൾക്ക് സേവനം നൽകുമ്പോ ആ സേവന പ്രക്രിയക്കിടയിൽ എന്തെങ്കിലും ഒരു കൈപ്പിഴ പറ്റിയാൽ ആ കൈപ്പിഴയാണ് കേരളം എന്ന് പ്രചരിപ്പിച്ച് രസിക്കാൻ ആഗ്രഹിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും അവരെ പിന്തുണക്കുന്ന പ്രതിപക്ഷവുമാണ് നമ്മുടെ നാട്ടിൽ. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവർക്ക് സഹായം നൽകുകയാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. സാധാരണ മനുഷ്യന് ജീവിതത്തിൽ അവന്റെ പങ്ക് പകുത്തു നൽകുന്ന ഒരു ഭരണത്തെ ഇത് എന്തുകൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് നയിക്കാനല്ല. എന്തുകൊണ്ട് നിക്ഷേപങ്ങളില്ലാത്ത ഒരു കാലത്ത് ഇത്രയും വലിയ നിക്ഷേപം ഉണ്ടാവുന്നു? 3000 വീടുള്ള ഒരു ചെറിയ നാട്ടുപ്രദേശത്തേക്ക്, ഒരു കൊച്ചു ദ്വീപിലേക്ക്
100 കോടി ചിലവാക്കി ഒരു പാലമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ. അത്ഭുതം പോലെയുള്ള ഒരു മഴവിൽ പാലം. ഇതെന്തുകൊണ്ട് സാധിക്കുന്നു? ഇത്ര വലിയ 1,00,000 കോടിയുടെ മൂലധന നിക്ഷേപം നടത്താൻ മൂലധന നിക്ഷേപം തന്നെ നടക്കാത്ത ഒരു കാലത്ത് സാധിച്ചിരിക്കുന്നു. ഓരോന്നെടുത്താൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായതുകൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന പൊതുബോധത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കപ്പെടേണ്ടത് ഈ ഇടതുപക്ഷമാണെന്നും ഒരു വലതുപക്ഷവൽക്കരണം വേഗതയിൽ നടപ്പിലാക്കണം എന്നതാണ് അനിവാര്യമായ ആവശ്യമെന്നും രാഷ്ട്രീയ വലതുപക്ഷം പ്രചരിപ്പിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കില്ലേ? അതിനെയാണ് നാം ശ്രദ്ധയോടുകൂടി കാണേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷം, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി, നമ്മുടെ RSSന്റെ ഭാഷയിൽ സംസാരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ആക്രമിക്കുമ്പോൾ ഏത് ഭാഷയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം സംസാരിക്കുന്നത്? ആരെയൊക്കെ കൂട്ടുപിടിച്ചാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഏത് രാഷ്ട്രീയത്തെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്തെല്ലാം കളവുകളും അപവാദങ്ങളുമാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി ഓരോ ദിവസവും പ്രചരിപ്പിച്ചു വിടുന്നത്? അതാണ് നമ്മൾ സൂക്ഷിച്ച് ഗൗരവപൂർവം ശ്രദ്ധിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യം. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കണം. അതിന് ഞങ്ങളെല്ലാം ഒന്നിക്കാൻ പോകുന്നു എന്ന സന്ദേശം വന്നു കഴിഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ഇവിടത്തെ വലതുപക്ഷത്തിന് ഇടതുപക്ഷ മുന്നേറ്റം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിനെ ദുർബലപ്പെടുത്താൻ സാധിക്കേണ്ടായി. എന്തുകൊണ്ടാണ് സാധിച്ചത്? അവർ വലിയൊരു യോജിപ്പുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് സാധിച്ചത്. തീവ്ര വലതുപക്ഷക്കാരായ RSS മുതൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ന്യൂനപക്ഷ വർഗീയവാദികൾ വരെ വ്യത്യസ്തങ്ങളായ തലത്തിലെ എല്ലാ വർഗീയവാദികളെയും സംയോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് വലതുപക്ഷ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നയസമീപനം കേരളത്തിൽ നടപ്പാക്കുമെന്ന് നമ്മുടെ രാജ്യത്തിലെ മേധാവിത്വം വഹിക്കുന്ന വർഗത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമെങ്കിൽ അതിനെ പരാജയപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെയാണ്. കേരളം നിർവഹിച്ച് തീർത്തിരിക്കുന്ന നന്മ നിറഞ്ഞ വഴിയിൽ ഇരുട്ട് വിതയ്ക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. അവരേതാണ്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഏതാനും ദിവസം അങ്ങ് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയും, ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളകി വീഴും എന്ന പ്രചരണം നടത്തി അതിൽ അഭിരമിച്ച് കഴിയുന്നവർക്ക് ഈ നാട് ശരി ഉത്തരം നൽകും. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പ് നൽകുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രതിരോധം എന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. വലതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും മായ്ച്ചു കളയാനും നടത്തിയിരിക്കുന്ന ആ ഗൂഢാലോചനയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരളം. യാതൊരു സംശയവും അതിലുണ്ടാവേണ്ടതില്ല. എല്ലാവരെയും കോർത്തിണക്കി ഒന്ന് ഉന്തി ഒരടി പിറകോട്ട് വെപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എങ്കിൽ അതല്ല ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണാൻ പോകുന്നത്. അത്ര വലിയ വികസന നേട്ടങ്ങളും വളർച്ചകളുമാണ്. ഈ കുറെ ദിവസങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ട് പിന്നിലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ കേരളത്തിലേക്ക് ഒന്ന് നോക്കൂ. എത്ര വലിയ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലും എത്ര വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ MLA പ്രതിനിധാനം ചെയ്യുന്ന മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ, മഞ്ചേരി പട്ടണത്തിന്റെ നടുക്ക് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ എഴുതി വച്ചിരിക്കുകയാണ് 625 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇവിടെ ഈ MLA നടത്തിയത്. പ്രതിപക്ഷ MLA ആണ്. എല്ലാ MLA മാരും അവരുടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ നിയോജകമണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒന്ന് കൂട്ടിയെടുത്താൽ എങ്ങനെയാ? കേരളം പിറകോട്ട് പോയി എന്നാണോ? അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ
UDF-ന്റെ MLA-മാർ വെച്ച ബോർഡുകളിൽ കാണുന്നത്? പിന്നോട്ട് പോകുന്ന കേരളത്തെ അടയാളപ്പെടുത്താനാണോ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം നടത്തുന്നു എന്ന് അവിടെ അങ്ങനെ എഴുതി റെക്കോർഡായി സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്? ഇവർ പ്രചരിപ്പിക്കുന്നതല്ല യാഥാർത്ഥ്യം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. പ്രതിപക്ഷ നേതാവിന്റെ നിയോജക മണ്ഡലം മുതൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളെയും ജനപ്രതിനിധികൾ എഴുതി സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് ഈ നാട് കുതിച്ചു മുന്നോട്ട് പോവുകയാണ്, അല്ലാതെ പിറകോട്ടല്ല എന്നു തന്നെയാണ്. അതിന്റെ തുടർച്ചയാണ് ആവശ്യം. ഇന്നത്തെ വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ അപകടകരമായ ഈ ചരിത്ര കാലയളവിൽ ഇതല്ല, ഈ വലതുപക്ഷമല്ല, തീവ്ര വർഗീയതകളല്ല, മനുഷ്യ സ്നേഹമാണ്, വർഗ സമരത്തിന്റെ രാഷ്ട്രീയമാണ്. ദുർബലരായ മനുഷ്യർക്ക് ജീവിതത്തിലെ അവന്റെ പങ്ക് ഉറപ്പിച്ചു നൽകാനും ഈ പ്രതിലോമത സൃഷ്ടിച്ച പോരായ്മയുടെ കാലത്തെ അതിജീവിക്കാനും ഈ നാടിന് കഴിയും, മനുഷ്യരാശിക്ക് കഴിയും, നമ്മുടെ സമൂഹത്തിനാകെ കഴിയും. അതിന്റെ മുന്നിൽ പാവപ്പെട്ടവന്റെ സ്ഥാനം അവർ ഉറപ്പിച്ചെടുക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി അവന്റെ സംരക്ഷണവും തണലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, ചെങ്കൊടിയാണ് എന്ന് ഇന്നും ഇന്നലെകളിൽ തെളിയിക്കപ്പെട്ടത്, ഇന്ന് നമുക്ക് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ ആവർത്തിക്കുമെന്ന് ഉറപ്പാക്കാനുള്ള വലിയ ഉത്തരവാദിത്വം